മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾ ആധുനിക സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. വ്യക്തിഗത വികസനത്തിനും ജീവിത മാർഗദർശനത്തിനും വേണ്ടി എഴുതപ്പെടുന്ന ഈ പുസ്തകങ്ങൾ അവയുടെ പ്രചോദനാത്മകമായ ഉള്ളടക്കവും പ്രായോഗികമായ ഉപദേശങ്ങളും ലളിതമായ ഭാഷയും കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാനസിക ശക്തി വർധനയ്ക്കും ദിശാബോധത്തിനും പ്രത്യാശാവർദ്ധനയ്ക്കും പ്രായോഗിക കഴിവുകളുടെ വികാസത്തിനുമെല്ലാം ഇത്തരം ഗ്രന്ഥങ്ങൾ സഹായകങ്ങളാണ്. ഡെയിൽ കാർനെഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, സ്റ്റീഫൻ ആർ കോവിയുടെ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ, റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, എക്ഹാർട്ട് ടോലെയുടെ ദ പവർ ഓഫ് നൗ എന്നിങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ പല പുസ്തകങ്ങളും ഈ സാഹിത്യ വിഭാഗത്തിൽ ഉണ്ട്. മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾക്ക് ഇന്നും ഗണ്യമായ പ്രസക്തിയും ജനപ്രീതിയും ഉണ്ട്. സമീപകാല കണക്കുകൾ പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ ആഗോള വലിപ്പം 2024 $48.4 ബില്യൺ ആയിരുന്നു. 2025 ഇത് $50.99 ബില്യൺ എന്നാണ് പ്രതീക്ഷ. മലയാളത്തിലും നിരവധി മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രഗത്ഭരായ മലയാളി എഴുത്തുകാരും പ്രചോദന പ്രഭാഷകരും ഈ മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും ആഗോള തലത്തിൽ കാണുന്ന വൻ ബൂം മലയാളത്തിൽ ഉണ്ട് എന്നു കരുതാനാവില്ല. തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എന്ന ഈ ഗ്രന്ഥം സുന്ദരമായ ഒരു മോട്ടിവേഷണൽ ഗ്രന്ഥം തന്നെയാണ്. തളർന്നവർക്ക് കരുത്തും പ്രത്യാശയും പകർന്നേകുന്ന ഗ്രന്ഥം. പക്ഷേ ഈ ഗ്രന്ഥം സാധാരണ മോട്ടിവേഷൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭാവാത്മകത സമ്മാനിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെയും അവിടുത്തെ വചനങ്ങളുടെയും നിഴൽ തീർച്ചയായും പതിഞ്ഞു കിടപ്പുണ്ടാവും. സ്റ്റീഫൻ ആർ കോവിയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിളിൽ അതിനെ വിളിക്കപ്പെടുന്നത് ബിസിനസ്സിൻ്റെ ഗോസ്പൽ എന്നാണല്ലോ. സുവിശേഷങ്ങളുടെ ബിസിനസ് ഭാഷ്യം എന്നാണ് ആ പുസ്തകത്തെ വിളിക്കുന്നത്. അത്രയ്ക്ക് ബൈബിൾ അല്ലെങ്കിൽ ദൈവവചന അധിഷ്ഠിതമായ സുന്ദരമായ ഭാവാത്മക സന്ദേശങ്ങളാണ് അതിൽ ഉള്ളത്. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ ക്രിസ്തുവും സുവിശേഷ വചനങ്ങളും തെളിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നു. മറ്റേത് നിഴലാണെങ്കിൽ ഇതിൽ തെളിവ് ഉണ്ട്. മനസ്സിൻ്റെ സുസ്ഥിതിക്ക് ആധാരമായി ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനോബലത്തെ അല്ല, ആത്മാവിൻ്റെ സുസ്ഥിതിയെയും അതിന് ഉപോദ്ബലകമായ ദൈവബോധത്തെയുമാണ്. ഈ ദൈവബോധമാകട്ടെ യേശുക്രിസ്തു എന്ന അതുല്യ ദൈവ മനുഷ്യൻ പകർന്ന് തന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനം നൽകുന്ന മോട്ടിവേഷൻ അതാണ് ഈ ഗ്രന്ഥത്തെ അനിതര സാധാരണം ആക്കുന്നത്. ഓരോ അധ്യായത്തിലും കാണുന്ന ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ ഗ്രന്ഥത്തിന് യാഥാർത്ഥ്യ ബോധത്തിൻ്റെ പ്രചോദന അലങ്കാരവും സമ്മാനിക്കുന്നു. ഒപ്പം അധ്യായ അന്ത്യത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന അനുവാചകരെ ഗ്രന്ഥകർത്താവിൻ്റെ മനോവ്യാപാരങ്ങളിൽ നിന്ന് സാക്ഷാൽ പ്രപഞ്ചകർത്താവിൻ്റെ മനോവിചാരത്തിലേക്ക് ഉയർത്തുന്നു. ഓരോരുത്തരുടെയും ദൈവസങ്കല്പത്തിൻ്റെ വലുപ്പം തന്നെയാണ് ജീവിതത്തിൻ്റെയും വലുപ്പം എന്ന് ധ്വനിപ്പിക്കുന്ന ആമുഖം കൊണ്ട് ആരംഭിക്കുന്ന ഗ്രന്ഥം ജീവിത വിജയത്തിൻ്റെ ഗോവണിയുടെ ആദ്യപടിയായി അവതരിപ്പിക്കുന്നത് സ്വയ അവബോധത്തെയാണ്. അപ്പോൾ ആമുഖത്തിൽ ദൈവ അവബോധം, 1-ാം അധ്യായത്തിൽ സ്വയ അവബോധം. അനുതപിക്കുന്ന മനസ്സ് എന്ന ശീർഷകമുള്ള അധ്യായം തിന്മ വെടിഞ്ഞ് നന്മ പുൽകാൻ മനുഷ്യനുള്ള കരുത്തും കൃപയും അനാവൃതമാക്കുന്നു. നാശോന്മുഖത വെടിഞ്ഞ്
മനുഷ്യൻ പുൽകുന്ന സുഹൃത്തോന്മുഖത യഥാർത്ഥത്തിൽ ഒരേ സമയം ദൈവോന്മുഖതയും സ്വയോന്മുഖതയും അപരോന്മുഖതയും ആണ്. ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ ഒരു അധ്യായമായി അല്ലെങ്കിൽ തുടർച്ചയായി വരാവുന്നത് എനിക്ക് തോന്നുന്നത് ഈ അപരോന്മുഖതയുടെ കൂടുതലായ അന്വേഷണമാണ്. ഫ്രാൻസിസ് പാപ്പ അതിസുന്ദരമായ രീതിയിൽ ഫ്രത്തല്ലി തൂത്തി ഏവരും സഹോദരർ എന്ന ആ ഗ്രന്ഥത്തിൽ പാപ്പ രസകരമായൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യരെ ഭാഷയുടെ വെളിച്ചത്തിലോ നിറത്തിൻ്റെ വെളിച്ചത്തിലോ ദേശത്തിൻ്റെ വെളിച്ചത്തിലോ സമ്പത്തിൻ്റെ വെളിച്ചത്തിലോ ഒന്നും തിരിക്കാനാവില്ല. മനുഷ്യരെ തിരിക്കാനാവുന്നത് രണ്ടു ഗണമായിട്ടാണ്. കടന്ന് പോകുന്നവരും കടന്ന് ചെല്ലുന്നവരും. കടന്ന് പോകുന്നവരും കടന്ന് ചെല്ലുന്നവരും. നല്ല സമരിയാക്കാരൻ്റെ ഉപമയുടെ പശ്ചാത്തലത്തിനാണ് പാപ്പ അത് പറഞ്ഞു വയ്ക്കുന്നത് എന്നോർക്കുക. സത്യത്തിൽ ഈ ഒരു ഗ്രന്ഥത്തെ ഞാൻ വലിയൊരു കടന്നു ചെല്ലലായിട്ടാണ് കാണുന്നത്. ഒരു സമരിയാക്കാരൻ്റെ ഓയിലുമായുള്ള ഒരു കഴുതപ്പുറവുമായുള്ള 2 ദനാറയും പിടിച്ചുള്ള കടന്നു ചെല്ലൽ. ഇത് മുറിവേറ്റ അനേകരെ സുഖപ്പെടുത്തും എന്നെനിക്ക് വലിയ പ്രത്യാശ ഉണ്ട്. ഞാനിത് തുടക്കം മുതൽ വായിച്ചയാളാണ്, പല ആവർത്തി വായിച്ചയാളാണ്. ഇതിൻ്റെ അവതാരികയും എഴുതാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. ഏതായാലും ഞാൻ അധ്യായങ്ങളിലേക്ക് വരികയാണ്. കുറ്റബോധത്തിൽ നിന്നും തത്ഫലമായ ആത്മവിശ്വാസക്കുറവിൽ നിന്നും വിമുക്തി നേടുന്ന മനസ്സ് വിശ്വസിക്കുന്ന മനസ്സാണ്. അത്തരം മനോനിലയിലേക്ക് അനുവാചകരെ നയിക്കാനുള്ള ശ്രമമാണ് 2-ാം അധ്യായത്തിലുള്ളത്. പിതൃഭവനത്തിൽ തിരിച്ചെത്തി, മേൽത്തരം വസ്ത്രം ധരിച്ച്, കയ്യിൽ മോതിരമണിഞ്ഞ്, കാലിൽ ചെരുപ്പിട്ട്, സംഗീതം ആസ്വദിച്ച്, സ്നേഹത്തിൻ്റെ കൊഴുത്ത കാളക്കുട്ടി സദ്യ രുചിക്കുന്ന ധൂർത്തപുത്രൻ. പന്നിക്കൂട്ടിലെ തവിടിൻ്റെ ചെടിപ്പിൽ നിന്ന് പുത്രസ്വീകാര്യതയുടെ ആത്മബലത്തിലേക്ക് കയറി നിൽക്കലാണ് ജീവിത വിജയത്തിൻ്റെ 2-ാം പടി. ദൈവം കൂടെയുണ്ട് എന്ന അവബോധമാണ് അനാവശ്യ ഭാരങ്ങളും ആശങ്കകളും ഇറക്കി വയ്ക്കാൻ ഒരാൾക്ക് ഇടയാക്കുന്നത്. മനുഷ്യന് അനന്തവിഹായുസിലേക്ക് പറന്നുയരാൻ കെൽപ്പുള്ള ചിറക് ലഭിക്കുന്നത് സമർപ്പണ മനസ്സ് എന്ന ഇരുൾ നിറഞ്ഞ കൊക്കൂണിൻ്റെ ഉള്ളിൽ വച്ചാണ്. സമർപ്പണമെന്ന ഇരുൾ നിറഞ്ഞ കൊക്കൂണിൻ്റെ ഉള്ളിൽ അനന്തവിഹായുസിലേക്ക് പറന്നുയരാൻ കെൽപ്പുള്ള ചിറക് ഒരാൾക്ക് ലഭിക്കുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്ന സങ്കീർത്തന ശകലം 3-ാം അധ്യായത്തിൽ തലങ്ങും വിലങ്ങും മുഴങ്ങിക്കേൾക്കാം. ദൈവനാമം ഉരുവിട്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ വലിയ പ്രചോദനമാണ് ഈ അധ്യായം വായനക്കാർക്ക് നൽകുന്നത്. അസാധ്യം, ഇംപോസിബിൾ എന്ന പദം വിശ്വാസിയുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന സന്ദേശം സംവഹിക്കുന്നതാണ് 4-ാം അധ്യായം. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതാണ് ഈ അധ്യായത്തിൻ്റെ ഊടും പാവും. ഓരോ മനുഷ്യനിലും ദൈവം നിക്ഷേപിച്ചിട്ടുള്ള താലന്തുകൾ സ്വയം തിരിച്ചറിയുന്നതിലും അവ വളർത്തിയെടുക്കുന്നതിലും ബുദ്ധിപരമായും വിവേചന ബുദ്ധിയോടെയും വിനിയോഗിക്കുന്നതിലുമാണ് കാര്യപ്രാപ്തിയും ഫലപ്രാപ്തിയും അടങ്ങിയിരിക്കുന്നത്. ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കാം 5-ാം അധ്യായത്തെ. പ്രത്യാശയുടെ മഹാസന്ദേശമാണ് ഇത് അനുവാചക ഹൃദയങ്ങളിൽ പകരുന്നത്. ഈ ജൂബിലി വർഷം പ്രത്യാശയുടെ തീർത്ഥാടകർ
എന്ന മോട്ടോയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ അധ്യായം ഈ ജൂബിലി അധ്യായമാണ് എന്ന് കരുതുന്നതിൽ കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ, സുന്ദരമായ സന്ദേശങ്ങൾ പകരുന്ന ഈ ഭാഗം പ്രത്യേകിച്ച് ബൈബിൾ വചനങ്ങൾ ഹൃദിസ്ഥമാക്കാനും ഗ്രന്ഥങ്ങൾ കൂടുതലായി വായിക്കാനും സിനിമകളും സീരിയലും തിരഞ്ഞെടുത്തു കാണാനും വായനക്കാരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മനസ്സ് വാടിയവരോട് പ്രത്യാശാദായകമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ സെമിനറിയിൽ എൻ്റെ സ്പിരിച്വൽ സണ്ണായ തേർഡ് ഇയർ തിയോളജിയായ ഒരു സഹോദരനുമായിട്ട് നടന്ന് സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ സെമിനറിയുടെ മുറ്റത്തൂടെ. അവന് 2 ആഴ്ചയായി അവൻ്റെ ഉള്ളിലുള്ള വലിയൊരു അസ്വസ്ഥത അവൻ ഇന്നലെ ഷെയർ ചെയ്യായിരുന്നു. 2 ആഴ്ച മുൻപ് അവൻ പാസ്റ്ററലിന് പോകുന്ന പള്ളിയിലെ ഓൾട്ടർ ബോയ്സ് ആയിട്ടുള്ള കുട്ടികളിൽ വളരെ മിടുക്കനായ ഒരു 10ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. എപ്പോഴും പ്രസന്നവദനായ ഒരു കുട്ടിയായിരുന്നു അവൻ. ഒരാൾക്കും അവൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയിരുന്നു. പിന്നെ അകന്നൊരു ബന്ധു അവൻ്റെ വീട്ടിലാണിപ്പോൾ. നേരത്തെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കൂടെ കഴിയുകയായിരുന്നു, വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആത്മഹത്യകൾ പെരുകുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ 40,000-ന് വെറും 6 കുറവ് മാത്രമാണ്. 40,000 പേര് 6 കുറവ്, അതാണ് ആത്മഹത്യകൾ കേരളത്തിൽ നടന്നതെന്ന് ഒരു കണക്ക് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? അപ്പോൾ പ്രത്യാശയില്ലാത്ത ഒരു ലോകത്തിൽ പ്രപഞ്ചവും അനന്തമായ സാധ്യതകളും വിചിന്തന വിഷയമാക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് തരാവുന്ന സൗഭാഗ്യങ്ങളുടെ അനന്ത സാധ്യത നമുക്ക് ബോധ്യപ്പെടും. പൂർവ്വപിതാവായ ജോസഫിൻ്റെയും ജ്ഞാനിയായ സോളമൻ രാജാവിൻ്റെയും ജീവിതം ദൈവത്തിൻ്റെ അചിന്ത്യവും അവാച്യവുമായ ഇടപെടലുകളിലൂടെ എങ്ങനെ വിജയകരമായി തീർന്നു എന്നു കാണാൻ പ്രയാസമില്ല. വിജയങ്ങളും നേട്ടങ്ങളും ദൈവമഹത്വത്തിനായി വിനിയോഗിക്കാൻ അനുവാചകരെ ക്ഷണിച്ചുകൊണ്ടാണ് ഗ്രന്ഥത്തിൻ്റെ അവസാന അധ്യായം ഗ്രന്ഥകാരൻ ക്രമവത്കരിച്ചിരിക്കുന്നത്. നന്ദി നിറഞ്ഞ മനസ്സ് സദാ ഉന്മേഷവും ആനന്ദവും നിറഞ്ഞ മനസ്സായിരിക്കും. ജീവിതാവസ്ഥകളും ദൗത്യങ്ങളും സമ്മാനിക്കുന്ന പ്രതിസന്ധികൾക്കോ പ്രതിബന്ധങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ കൃതജ്ഞതാ നിർഭരമായൊരു മനസ്സിനെ തളർത്തിക്കളയാനാവില്ല തന്നെ. ഞാനിപ്പോൾ വരുന്നത് കുമ്പളങ്ങിയിലുള്ള ഒരു സമരിയ എന്നു പേരുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. ഒരു കുടുംബനാഥൻ, ഒരു വീട്ടുകാരൻ സ്വന്തം വീട് ഒന്നും കൂടി വിപുലപ്പെടുത്തി. 16ഓളം പേര്, പ്രായമായ 16ഓളം പേര്, ഭാര്യ ഭർത്താക്കന്മാരുൾപ്പെടെ അവിടെ കഴിയുകയാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇത്രയും നേരം വരെ അവരുടെ കൂടെയായിരുന്നു. അവരുടെ മുഖത്തുള്ള സന്തോഷം, അവരുടെ തേജസ്, അവരുടെ നന്ദി നിറഞ്ഞ മനസ്സ്, പ്രിയപ്പെട്ടവരെ ഒന്നാലോചിച്ച് നോക്കുക. അത്രയും ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. അവിടെ പണം കൊടുത്ത് നിൽക്കുന്നവർ, നല്ല നിലവാരത്തിലുള്ള ഒന്നാണ്. പണം കൊടുത്ത് നിൽക്കുന്നവരെന്ന് പറയുന്നത് ആകെ ഒരു വീട്ടുകാരനോ ഒരാളോ മറ്റോ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒന്നും പ്രത്യേകത, നിങ്ങൾ വരിക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. എന്തുവാകട്ടെ, ഞാൻ പറയുന്നത് കൃതജ്ഞതയുള്ളൊരു മനസ്സാണ് സത്യത്തിൽ സമരിയ തുറന്നു വച്ചത്. അങ്ങനെ അവിടേക്ക് കയറി വരുന്നവരെല്ലാവരും കൃതജ്ഞതയുള്ളൊരു മനസ്സ് ഉള്ളവരായിട്ട് മാറുകയും ചെയ്യുന്നു. തകർച്ചയുടെ പരിതാപകരമായ അടിവാരത്തിൽ നിന്നും ഉയർച്ചയുടെ മനോഹരമായ സമതലത്തിലെത്തുവാനും വിജയവും ഉയർച്ചയും സന്തോഷവും നേടുവാനും അനുഭവിക്കുവാനും നിലനിർത്തുവാനും പങ്കുവയ്ക്കുവാനും ഏവർക്കും കഴിയട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഗ്രന്ഥകാരൻ തൻ്റെ തൂലിക അടച്ച് വയ്ക്കുന്നത്. ഈ ഗ്രന്ഥത്തിന് പ്രചുരപ്രചാരം നേരുന്നു. അനേകരെ
പ്രസാദിപ്പിക്കാൻ ഇനിയും ആ തൂലികയ്ക്ക് കഴിയട്ടെ. വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ നേരിട്ടുള്ള ആശീർവാദം ശ്രീ തോമസ് മൈലാടൂരിൻ്റെ തൂലികയ്ക്കുണ്ട് എന്നൊരു രഹസ്യവും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.